ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇപ്പോൾ നൈറ്റാണ് കേട്ടോ, രാത്രി സമയം ഒരു 11:30 അപ്പോൾ നമ്മളിന്ന് പുറത്ത് പോകാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പുറത്ത് പോവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പോകുന്നത് എന്തിനാണെന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും. നമ്മൾ കുറച്ച് ഗ്രോസറി ഐറ്റംസൊക്കെ ഷോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ മെയിനായിട്ട് ഷോപ്പ് ചെയ്യാൻ ഇന്ന് തിരിക്കാൻ കാരണം നമ്മളെ ജിദ്ദയിൽ സനാബിലുള്ള ഒരു ഷോപ്പിൽ നല്ല ഓഫർ നടക്കുന്നുണ്ടെന്ന് നമ്മൾ അറിഞ്ഞു. നല്ല അടിപൊളി ഓഫേഴ്സാണ്. നമ്മളെവിടേക്ക് പോണേ അമ്മി? നമ്മളെവിടേക്ക് പോണേ? പാർക്കോ? അങ്ങനെ ഒരു കാര്യം പറഞ്ഞു. ഇത്രയും അടിപൊളി ഓഫേഴ്സ് ഉണ്ടെന്ന് അറിഞ്ഞാൽ നമുക്ക് വീട്ടിലിരിക്കാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് കടയ്ക്ക് വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ മുമ്പിൽ ബേബിയും പപ്പയും കൂടെയാണ്, ബേബിയുടെ പപ്പയും കൂടെയാണ് നടന്നു പോകുന്നത്, എൻ്റെ ഹസ്ബൻഡ്. അപ്പോൾ നമ്മൾ കട കണ്ടപ്പോൾ തന്നെ ഞെട്ടിപ്പോയി. കാരണം അത്രയും സാധനങ്ങളായിരുന്നു. നമുക്ക് ഇതെടുക്കണോ അതെടുക്കണോ എന്ന് ഭയങ്കര കൺഫ്യൂഷനായി പോയിട്ടോ. കാര്യം അത്രയും സാധനങ്ങളുള്ളതുകൊണ്ട് തന്നെ നമ്മൾ അതെടുത്താലോ അല്ലേ വേണ്ട നമുക്ക് ഇതെടുക്കാം, അങ്ങനെ ഭയങ്കര കൺഫ്യൂഷൻ കാരണം ഒന്നും എടുക്കാൻ പറ്റിയില്ല. അത്രയ്ക്ക് ഐറ്റംസ് ആയിരുന്നു. ബിസ്ക്കറ്റ്സിനൊക്കെ ഭയങ്കര ഓഫറായിരുന്നു കേട്ടോ. അപ്പോൾ ഭയങ്കര ഓഫറായിരുന്ന കാരണം കൊണ്ട് തന്നെ നമ്മൾ ഇതെടുക്കണോ അതെടുക്കണോ അങ്ങനെ കൺഫ്യൂഷൻ കാരണം ഒന്നും എടുക്കാൻ പറ്റിയില്ല. എന്നാലും എന്തൊക്കെയോ നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ട്, എന്താണെന്ന് പോലും അറിയില്ല. അപ്പോൾ അത്രയും സാധനങ്ങളുണ്ട്. മിഠായികൾക്കൊക്കെ 4 10 റിയാലാണ് അവർ കൊടുത്തിട്ടുള്ളത്. അങ്ങനെ നമ്മുടെ എമ്മി ബേബി ഇവിടെ സെറ്റായിട്ടിരിക്കുകയാണ് കേട്ടോ. അവന് ഷോപ്പിങ്ങിന് കുറേയൊക്കെ നടന്ന് അവന് ക്ഷീണിച്ച് ഇവിടെ ഇരിക്കുകയാണ്. ഇന്ന് നമുക്ക് ഒരു ട്രോളി എടുക്കാൻ വേണ്ടിയിട്ട് കാക്കു പുറത്ത് പോയതാണ്. അപ്പോൾ കാക്കു ട്രോളിങ് കൊണ്ട് വരുമ്പോൾ അപ്പോൾ ഞാൻ ട്രോളിയിൽ കയറി ഇരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ സമാധാനമായിട്ടിരിക്കുകയാണ് ആൾ. അപ്പോൾ ട്രോളി കൊണ്ടുവന്ന ഉടനെ തന്നെ ആൾ കയറി ചാടി ഇരുന്നിട്ടുണ്ട്. അപ്പോൾ അവർക്കതൊക്കെ അല്ലേ മെയിൻ. അപ്പോൾ ഈ ഷോപ്പിംഗ് കഴിയുന്ന വരെ ആൾ ട്രോളിയിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല കേട്ടോ. നല്ല സുഖിച്ചിങ്ങനെ ഇരിക്കുക. നമ്മൾ കുറേ നടക്കാനുണ്ട്, വലിയ ഷോപ്പിംഗ് മോളാണ്. അപ്പോൾ ഒരുപാട് നടക്കാനുണ്ട്. അപ്പോൾ നടക്കാനുള്ളതുകൊണ്ട് തന്നെ ആൾ നടന്നിട്ടേ ഇല്ല. ഭയങ്കര സുഖമായിട്ട് ഇങ്ങനെ നമ്മൾ ട്രോളിങ്ങനെ തള്ളി പോകുമ്പോൾ നല്ല സുഖമാണല്ലോ അതിലിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആളായി തന്നെ ഇരിക്കാണ് കേട്ടോ. അപ്പോൾ ഞാനും കാക്കും കൂടി ഫുള്ള് സാധനങ്ങളൊക്കെ ഇങ്ങനെ നോക്കുകയാണ്. സാധനങ്ങളൊക്കെ നിങ്ങൾ കാണുന്നില്ലേ, അടിപൊളി ഐറ്റംസാണ് കേട്ടോ. എല്ലാ സാധനങ്ങളും ഒരുപാട് കളക്ഷൻസ് ഉണ്ട്, വെറൈറ്റി ആയിട്ടും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. നമ്മൾ കൂടുതൽ റെഫ്രിജറേറ്റർ ഐറ്റംസിനാണ് ഓഫർ കൂടുതൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ ഐറ്റംസ് നമ്മൾ കൂടുതലായിട്ട് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ ഫുഡ് ഐറ്റംസ് ആട്ടോ, അവിടെ നിന്ന് തന്നെ ട്രൈ ചെയ്യാൻ പറ്റിയ ഫുഡ് ഐറ്റംസാണ്. അടിപൊളി സാധനങ്ങളാണ്. ഇതൊക്കെ ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള ഐറ്റംസാണ് കേട്ടോ. അപ്പോൾ നമ്മളതൊക്കെ ഒന്ന് ട്രൈ ചെയ്യാൻ നോക്കി. അങ്ങനെ പിന്നെ ഇപ്പോൾ കണ്ടില്ലേ, മീറ്റൊക്കെ ഇങ്ങനെ വളരെ സിമ്പിളായിട്ട് നമുക്ക് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള രീതിയിലൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ വാങ്ങിക്കാം. നല്ല ഓഫറിലാണ് കേട്ടോ എല്ലാ സാധനങ്ങളും ഉള്ളത്. എന്നാൽ ഓഫർ ഇല്ലാത്ത സാധനങ്ങളും ഉണ്ട്. അതുകൊണ്ട് നമ്മൾ കറക്റ്റായിട്ട് നോക്കിയിട്ട് വേണം സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ മിഠായികളൊന്നും ഞാൻ നാട്ടിൽ നിന്ന് കണ്ടിട്ടില്ല, ഇതുവരെ കണ്ടിട്ടില്ലാത്ത മിഠായികളായതുകൊണ്ടും ഒരു വെറൈറ്റി ആയിട്ട് തോന്നിയതുകൊണ്ടും ഞാൻ നിങ്ങളെ കാണിക്കുകയാണ്. എന്നാൽ നമ്മളെ നാട്ടിൽ ഉള്ള പുളിമിഠായി ഇവിടെ ഞാൻ കണ്ടുപിടിച്ചു. അപ്പം ഞാൻ അതും കൂടെ കാണിച്ചിട്ടുണ്ട്. പുളിമിഠായി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അത് ഞാൻ കണ്ടുപിടിച്ചു. അങ്ങനെ നമ്മൾ തിരിച്ചു പോരാണ്. സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തു. ഞാൻ വാങ്ങിയ സാധനങ്ങളൊക്കെയാണ് ഞാൻ കാണിച്ചിട്ടുള്ളത്. നമ്മൾ ഇത്രയൊക്കെ വാങ്ങിയിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ ഇത്രയും സാധനങ്ങൾ വാങ്ങിച്ചു. പിന്നെ ഓഫറുള്ള സാധനങ്ങൾ നോക്കി വാങ്ങണമെങ്കിൽ നമ്മൾ തല വേദനിക്കും. നമ്മൾ പോകുന്നത് രാത്രി 11:30 അപ്പോൾ നമ്മൾ അവിടുന്ന് വന്നപ്പോൾ തന്നെ ഓൾമോസ്റ്റ് 2 മണിയായി. അപ്പോൾ ഒരുപാട് ലേറ്റായി പോകും. അപ്പോൾ ഞാൻ കാണിച്ചിട്ടുള്ളത് നഗറ്റ്സ്, ബിസ്ക്കറ്റ്സ്. അപ്പോൾ നമ്മൾ ഓരോ സാധനങ്ങൾ ഇങ്ങനെ കാണിക്കുകയാണ്. എഗ്ഗ് കാണിച്ചു. പിന്നെ ബേബി ഒരു കിൻഡർ ജോയ് വാങ്ങിയിട്ട് കവറാക്കി ഇട്ടിട്ടുണ്ട്. കാറിൽ നിന്ന് തന്നെ അതൊക്കെ കഴിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കവറാണ് കേട്ടോ കാണിക്കുന്നത്. പിന്നെ കുറച്ച് ചോക്ലേറ്റ് ഐറ്റംസ്. ഇതൊക്കെ 4 എടുത്താലേ 10 റിയാൽ അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് ഓഫറുള്ള കാര്യം കൊണ്ട് തന്നെ നമ്മളെല്ലാ സാധനങ്ങളും കുറച്ചധികം എടുത്തിട്ടുണ്ട്. ഒരുപാട് എടുത്തിട്ടുണ്ട് എന്നല്ല, നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ അരി, നമ്മൾ ബസ്മതി അരി കപ്സ റൈസും പിന്നെ പഞ്ചസാരയാണ് കേട്ടോ കാണിച്ചത്. പിന്നെ നമ്മൾ ന്യൂട്ടെല്ലക്കൊക്കെ 3 15 റിയാലേ ഉള്ളൂ. അടിപൊളി ഓഫറാണ്. പിന്നെ ചീസ്, പീനട്ട് ബട്ടർ ഇതൊക്കെ വാങ്ങിച്ചു. അതൊക്കെ നല്ല ഓഫറിൽ കിട്ടുന്നുണ്ട് കേട്ടോ. വലിയ ബോട്ടിൽ പീനട്ട് ബട്ടറിനൊക്കെ 9 റിയാലേ ഉള്ളൂ.
പിന്നെ ടൊമാറ്റോ സോസ് ഗെറ്റ് വൺ ബൈ വൺ ഫ്രീ ആണ് കേട്ടോ. പിന്നെ സാൾട്ടും അതുപോലെ തന്നെയാണ്. അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങിച്ചു എന്ന് കരുതി നമ്മൾ ഒട്ടും ക്യാഷ് ഇല്ലാതെ വാങ്ങിച്ചതല്ല. നമ്മൾ ബില്ല് വന്നപ്പോൾ അത്യാവശ്യം ക്യാഷൊക്കെ ഉണ്ടായിരുന്നു. അത് നമ്മൾ ഓഫർ നോക്കി വാങ്ങിയതുകൊണ്ടാണോ ഇനി ഓഫറിലില്ലാത്ത സാധനങ്ങൾ കുറച്ച് അധികം വാങ്ങിയതുകൊണ്ടാണോ എന്നും അറിയില്ല കേട്ടോ. പിന്നെ ബ്രെഡ് കാണിച്ചു, പിന്നെ ബ്ലൂബെറി കാണിച്ചു. ബ്ലൂബെറി അടിപൊളി സാധനം കേട്ടോ, ഞാൻ എപ്പോഴെങ്കിലുമൊക്കെ വീഡിയോയിൽ കാണിക്കാം. പിന്നെ ഇത് നഗറ്റ്സ് പോലെ തന്നെ നമ്മൾ ചിക്കൻ കൊണ്ടുള്ളൊരു സംഭവമാണ്. നമ്മൾ ഫ്രീസ് ചെയ്യണം, എന്നിട്ട് നമുക്ക് വേണ്ടപ്പോഴൊക്കെ നമുക്കിങ്ങനെ ഫ്രൈ ചെയ്തിട്ട് കഴിക്കാം. പിന്നെ ഇതൊരു ജ്യൂസാണ് കേട്ടോ, സ്ട്രോബെറിയുടെ അടിപൊളിയായിട്ടുണ്ട്. എനിക്കും കാക്കൂനും ബേബിക്കൊക്കെ നല്ല ഇഷ്ടമായി. എൻ്റെ ബ്രദറിന് മാത്രമേ ഉള്ളൂ കുറച്ചൊരു ഇഷ്ടത്തിന് ആവറേജ് എന്ന് പറഞ്ഞത്. ഞങ്ങൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി കേട്ടോ. അപ്പോൾ അടിപൊളി സാധനങ്ങളായിരുന്നു. അപ്പോൾ നമ്മൾ വാങ്ങിച്ച സാധനങ്ങളൊക്കെ ഞാൻ കാണിച്ചു. വലിയ സംഭവമൊന്നും അല്ലെങ്കിലും കുറച്ചൊക്കെ ഐറ്റംസ് നമ്മൾ വാങ്ങിച്ചു. പിന്നെ ഞാൻ എന്താ പറയുക, നാളെ മോർണിംഗ് പിറ്റേ ദിവസം മോർണിംഗ് ആണ് കേട്ടോ കാണിക്കുന്നത്. ഞാൻ എണീറ്റ് വന്ന് ബ്രഷൊക്കെ ചെയ്തതിന് ശേഷം വീണ്ടും ഒന്നുകൂടെ പോയി കിടന്നുറങ്ങി. അപ്പം കണ്ടില്ലേ, ബാത്റൂമിൻ്റെ കതക് ഞാൻ അടച്ചിട്ടില്ല, സോറി. അപ്പോൾ അടക്കാത്തതുകൊണ്ട് തന്നെ നല്ല സൺറൈസ് കിട്ടുന്നുണ്ട് കേട്ടോ, അവിടുന്ന് അടിപൊളിയായിട്ട് കിട്ടുന്നുണ്ട്. അങ്ങനെ നമ്മൾ കിച്ചണിലോട്ട് വന്നു. എല്ലാ ദിവസവും ഉള്ള പോലെ തന്നെ നമ്മൾ വിൻഡോ ഓപ്പൺ ചെയ്തു. അപ്പോൾ വിൻഡോയിലൂടെ നമുക്ക് കുറേ കാറ്റും വെളിച്ചമൊക്കെ കിട്ടുന്നുണ്ട്, അടിപൊളിയാണ്. അപ്പോൾ എൻ്റെ ബേബി ഇന്നലെ രാത്രി കിടക്കുമ്പോൾ തന്നെ പറഞ്ഞിരുന്നു, മോർണിംഗ് എനിക്ക് നഗറ്റ്സ് ഉണ്ടാക്കണം മമ്മ എന്ന് പറഞ്ഞിട്ടാണ് കിടന്നത്. അപ്പം ഇനി ഒന്നും നോക്കിയില്ല, അവൻ്റെ ആഗ്രഹം പോലെ നടക്കട്ടെ. നമ്മൾ ഒരു പാൻ അടുപ്പത്ത് വെച്ചു, കുറച്ച് ചൂടായ ശേഷം നമ്മൾ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ഓയിൽ ഒഴിച്ചു കൊടുത്ത് ഓയിലൊന്ന് ചൂടായി വന്ന ശേഷം നമ്മൾ ഓരോ നഗറ്റ്സ് ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്യാണ് കേട്ടോ. നഗറ്റ്സ് ഒത്തിരി കഴിച്ചിട്ടുണ്ട് കേട്ടോ ആൾ, നല്ല ഇഷ്ടമായിട്ടുണ്ട് ആൾക്ക്. ഒത്തിരി നഗറ്റ്സ് കഴിച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ ഹസ്ബൻഡും ബ്രദറും വന്നപ്പോൾ അവരും ഒത്തിരി കഴിച്ചു കേട്ടോ. അങ്ങനെ നമ്മൾ നഗറ്റ്സ് ഓപ്പൺ ചെയ്ത ശേഷം നമ്മൾ ഓരോന്ന് വീതം ഇട്ട് കൊടുക്കും. റിസ്ക് ഒന്നുമില്ല, നല്ല സിമ്പിളാണ് കേട്ടോ. നമ്മളിങ്ങനെ എന്തെങ്കിലുമൊക്കെ വീട്ടിൽ കൊണ്ടുവന്ന് വെക്കുകയാണെങ്കിൽ കുട്ടികൾക്കൊക്കെ ഇഷ്ടത്തിന്, അവർക്ക് ഇടയ്ക്കിടയ്ക്ക് വിശക്കുകയാണെങ്കിലൊക്കെ അവരുടെ ഇഷ്ടത്തിന് ഒരു 2 മിനിറ്റ്സ് അല്ലെങ്കിൽ 3 മിനിറ്റ്സ് മതി, പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. അപ്പം നമ്മൾ കുറച്ച് ഓയിൽ ഒഴിച്ചെടുത്തിട്ട് ഇത് ഉണ്ടാക്കാം. പിന്നെ എപ്പോഴും കൊടുക്കരുത്, കുട്ടികൾക്ക് ഇഷ്ടമാണെന്ന് കരുതി ഒരു 2-3 ടൈംസൊക്കെ നമ്മളിങ്ങനെ ഉണ്ടാക്കി കൊടുക്കാൻ നിൽക്കരുത് കേട്ടോ. അപ്പോൾ നമ്മൾ ഡെയിലി ഒരു പ്രാവശ്യമല്ല, ഒരു ദിവസം ഒരു പ്രാവശ്യം കൊടുത്ത് പിന്നെ ഡെയിലി ഈ സംഭവം തന്നെ കൊടുക്കുകയൊന്നും ചെയ്യരുത്. പിന്നെ നമ്മൾ എപ്പോഴും വാങ്ങുന്നില്ല കേട്ടോ, നമ്മൾ വീക്കിലി ഒക്കെ വാങ്ങുള്ളൂ. അതുകൊണ്ട് തന്നെ എപ്പോഴും ഉണ്ടാക്കി കൊടുക്കാതിരിക്കുക, വയറിന് കേടാണ്, എണ്ണയിൽ പൊരിച്ചെടുക്കുന്നതാണ്. അപ്പോൾ വല്ലപ്പോഴൊക്കെ വാങ്ങുക. പിന്നെ നമ്മൾ ചിക്കൻ എടുത്തുകൊണ്ടുപോയി വെള്ളത്തിലിടാൻ കേട്ടോ. നമ്മൾ ഫ്രീസറിൽ വെച്ചിട്ടുണ്ടെങ്കിലും കട്ട പിടിച്ചിട്ടില്ല, കാര്യം നമ്മൾ ഫ്രിഡ്ജ് കുറച്ച് നേരത്തെ ഓഫ് ചെയ്തിട്ടിരുന്നു കേട്ടോ, വേറൊരു ആവശ്യത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ നഗറ്റ്സ് ഇങ്ങനെ പൊരിച്ച് എടുക്കുകയാണ്. അപ്പോൾ ഈ നഗറ്റ്സിൻ്റെ കാര്യം പറയുവാണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ല. നമ്മൾ ടൊമാറ്റോ സോസ് ഒക്കെ കൂട്ടിയിട്ട് കഴിക്കുമ്പോൾ വലിയ കുഴപ്പമില്ല. പക്ഷേ എനിക്കെന്തോ നമ്മൾ സ്വയമേ ഉണ്ടാക്കുന്ന നഗറ്റ്സിൻ്റെ അത്ര ടേസ്റ്റായിട്ട് തോന്നിയിട്ടില്ല. എൻ്റെ ഹസ്ബൻഡ് ഒരിക്കൽ എനിക്ക് നഗറ്റ്സ് ഉണ്ടാക്കി തന്നിരുന്നു, അത് ഭയങ്കര ടേസ്റ്റായിരുന്നു കേട്ടോ, ഭയങ്കര ടേസ്റ്റായിരുന്നു. അത് വെച്ച് നോക്കുമ്പോൾ ഇത് അത്ര ടേസ്റ്റിയൊന്നുമല്ല, എങ്കിലും കുഴപ്പമില്ലാത്തൊരു ടൈപ്പ്. എൻ്റെ ബേബിക്ക് നല്ല ഇഷ്ടമായി, അവനെ ഒത്തിരി കഴിച്ച് നല്ല ഇഷ്ടമായ കാരണം കൊണ്ട് തന്നെ. പക്ഷേ കുട്ടികൾ ഒത്തിരി കഴിക്കുന്നത് നമ്മൾ സൂക്ഷിക്കണം, ഇങ്ങനെയുള്ള ഐറ്റംസ് ആയതുകൊണ്ട്. പിന്നെ ഇങ്ങനെയുള്ള ഐറ്റംസ് കഴിക്കുന്ന പോലെ ബാക്കിയുള്ള കാര്യങ്ങൾ കഴിക്കുകയില്ല കേട്ടോ, അത് വേറെ കാര്യം. അപ്പോൾ ഭയങ്കര റിസ്ക്കാണ് കേട്ടോ, അവന് ഫുഡ് കൊടുക്കുക എന്നുള്ളത് ഭയങ്കര റിസ്ക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര റിസ്ക്കാണ്. എനിക്ക് ദേഷ്യം വരും ചിലപ്പോൾ, കാര്യം കഴിച്ചിട്ടാൽ ഭയങ്കര പ്രയാസമാണ്. പക്ഷേ ഇങ്ങനത്തെ ഐറ്റംസ്, ചോക്ലേറ്റ്, ബിസ്ക്കറ്റ്സ്, മിഠായി, അത് കഴിക്കാൻ പിന്നെ ആരും പറയേണ്ട ആവശ്യമില്ല. എല്ലാ കുട്ടികളുടെ അവസ്ഥ ഇത് തന്നെ ആയിരിക്കും മേ ബി. പക്ഷേ നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് അവർക്ക് ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം കേട്ടോ. അപ്പം നമ്മൾ ഫുഡ് കാണിക്കാൻ കേട്ടോ, നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിനുള്ള ഫുഡാണ് കാണിക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റിനുള്ള ഫുഡ് നമ്മൾ ഇതാണ് കേട്ടോ. അപ്പം നമ്മൾ ഹാപ്പി ആയിട്ടിരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. ബേബിക്ക് നല്ല ഇഷ്ടമായി കേട്ടോ ഫുഡൊക്കെ. അപ്പോൾ അവൻ നഗറ്റ്സൊക്കെ കഴിച്ചു. അപ്പോൾ നഗറ്റ്സ് നിങ്ങൾ കണ്ടില്ലേ, നമ്മൾ സാധാരണ നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഫില്ല് ചെയ്യുന്ന ഒരു മസാലയൊന്നുമല്ല, എങ്കിലും കുഴപ്പമില്ല, നന്നായിട്ടുണ്ട് കേട്ടോ സാധനം, കുഴപ്പമില്ല, നന്നായിട്ടുണ്ട്. പിന്നെ നമ്മൾ ഫ്രീസ് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ളപ്പോഴൊക്കെ കഴിക്കാൻ പറ്റുമല്ലോ. അപ്പം ഞാനൊരു ബ്ലൂബെറിയും കൂടെ എടുത്ത് കഴിക്കാൻ കേട്ടോ.
അടിപൊളിയായിട്ടുണ്ട്. പിന്നെ നമ്മൾ എന്ത് ചെയ്തു, ബ്രെഡൊക്കെ സെറ്റ് ചെയ്തു, ഒരു കേക്ക് പോലെ അറേഞ്ച് ചെയ്തു. ബേബിക്കും ഇഷ്ടമായി ഇങ്ങനെ ചെയ്തപ്പോൾ. അപ്പോൾ ഞാനും അവനും കൂടെ ഇങ്ങനെ ബ്ലൂബെറിയൊക്കെ ഉള്ളിൽ വെച്ചുകൊണ്ട് തന്നെ ആ ബ്ലൂബെറിയുടെ ടേസ്റ്റും ചോക്ലേറ്റിൻ്റെയും ന്യൂട്ടല്ലയും പിന്നെ പീനട്ട് ബട്ടറും ആണ് കേട്ടോ ഉള്ളിൽ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഒരു കേക്ക് കഴിക്കുന്ന ഫീൽ തന്നെയായിരുന്നു. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും, ഒരു കേക്ക് കഴിക്കുന്ന ഫീൽ ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഹസ്ബൻഡും ബ്രദറൊക്കെ വന്നപ്പോൾ അവർക്കും കൊടുത്തു, അവർക്കൊക്കെ ഇഷ്ടമായി. അങ്ങനെ നമ്മൾ ചിക്കന് ക്ലീൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ എല്ലാവരും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, വീഡിയോസൊക്കെ ഞങ്ങൾ കാണാറുണ്ട്, കൊള്ളാം, പക്ഷെ സൗണ്ട് ഇല്ല എന്നാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത്. ഒരുപാട് ആൾക്കാർ എൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ട് തന്നെ ഞാനിപ്പോൾ എൻ്റെ വോയിസ് മാക്സിമം കൊടുത്തിട്ടാണ് കേട്ടോ സൗണ്ട് നിങ്ങൾക്ക് മുമ്പിൽ വോയിസ് ഓവർ കൊടുക്കുന്ന മാക്സിമം സൗണ്ട് കൊടുക്കുന്നുണ്ട്. ഇതിൽ കൂടുതൽ സൗണ്ട് എനിക്ക് ഇങ്ങനെ കൊടുക്കാൻ കഴിയില്ല, അത്രയും സൗണ്ട് എടുത്തിട്ടാണ് കേട്ടോ ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ നമ്മൾ അരി കുറച്ച് നേരം കുതിർത്ത് വെച്ചിരുന്നു. ഇപ്പോൾ അരി ഇട്ട് കൊടുത്തു. പിന്നെ നിങ്ങളുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത്, എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക, എൻ്റെ വീഡിയോസിനൊക്കെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ എന്നെ എല്ലാവരും പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ഓൾ എന്ന ബട്ടൺ കൂടി അമർത്താൻ മറക്കരുത്. പിന്നെ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കബ്സയാണ് കേട്ടോ. ഞാൻ എന്താണ് മുമ്പിൽ വീഡിയോയുടെ ഫ്രണ്ടിൽ കൊടുത്തിട്ടുണ്ടാവും, കബ്സയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം നമ്മൾ കബ്സയ്ക്കുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കാൻ കേട്ടോ. ഞാനിപ്പോൾ കാണിച്ചു, ചെറിയ ജീരകം, വലിയ ജീരകം, കുരുമുളക്, ഏലക്കായി, പട്ട, ഗ്രാമ്പു, തക്കോല, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഓണിയൻ കട്ട് ചെയ്ത് വെച്ചു, ടൊമാറ്റോ ജ്യൂസ് അടിച്ച് വെച്ചു, ഇഞ്ചി വെളുത്തുള്ളി നമ്മൾ കുത്തിച്ചതക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അരി വെള്ളത്തിലിട്ട് കുതിർത്ത് നമ്മൾ അരി കുറച്ച് ഉപ്പും ഓയിലും മാത്രം ഒഴിച്ച് വേവിച്ച് വെച്ചിട്ടുണ്ട്, റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ചിക്കൻ കട്ട് ചെയ്തും വെച്ചിട്ടുണ്ട്. എല്ലാം കൂടി നമ്മൾ കാണിക്കാൻ നിന്നാൽ വീഡിയോ ഒത്തിരി ലെങ്തി ആയി പോകും. അതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് പറയുകയാണ്. ഞാൻ പറയുന്നതിനനുസരിച്ച് നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. പിന്നെ ഈ ഒരു റെസിപ്പി നിങ്ങൾ ചെയ്യുവാണെങ്കിൽ ഭയങ്കര സിമ്പിളാട്ടോ. ഈ കബ്സ ഭയങ്കര സിമ്പിളാണ്. ഒരു 3/4 മണിക്കൂർ കൊണ്ട് തയ്യാറാക്കാൻ പറ്റും. അത്രയും സിമ്പിളാണ്. നമ്മൾ ഓയിൽ ഒഴിച്ചെടുക്കാൻ കേട്ടോ. നമ്മൾ ബിരിയാണി പോട്ടിലേക്ക് ഓയിൽ ഒഴിച്ചെടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ആ മസാല ഉണ്ടല്ലോ, ആദ്യം എടുത്ത് വെച്ചാൽ എന്താ പറയുക, കുരുമുളക്, ഏലക്കായി, ജീരകം, ഇതെല്ലാം കൂടി ഒരുമിച്ച് തന്നെ നമ്മൾ ഓയിലിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് നമ്മൾ ഇളക്കി കൊടുക്കുക. അതൊന്ന് പൊട്ടിത്തെറിച്ചൊക്കെ സെറ്റായി കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഓണിയൻ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഈ ഒരു കബ്സ റെസിപ്പി നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളൊരു ഉമ്മയാണ് അല്ലെങ്കിൽ ഒരു അമ്മയാണ്, നിങ്ങൾ സ്കൂളിൽ പോണ കുട്ടികൾ നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് സ്കൂളിലേക്ക് കൊടുത്തു വിടാൻ പറ്റിയ അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. കാരണം കുട്ടികൾക്ക് നല്ല ഇഷ്ടമാവും, അടിപൊളി ടേസ്റ്റ് ആയതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടുകയും ചെയ്യും. ഒരു 1/2 to 3/4 മണിക്കൂർ കൊണ്ട് സാധനങ്ങളൊക്കെ പെട്ടെന്ന് കട്ട് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ 1/2 to 3/4 മണിക്കൂർ കൊണ്ട് നമുക്ക് സാധനം റെഡിയായി കൈ കിട്ടുകയും ചെയ്യും. ഒരു പ്രയാസമില്ല. ഇപ്പോൾ ഈ കാണിച്ച സാധനങ്ങൾ മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അതിനുശേഷം നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്യാൻ കേട്ടോ. അപ്പോൾ കുട്ടികൾക്ക് ടിഫിൻ ബോക്സിൽ എന്ത് കൊടുത്തു വിടുമെന്ന് ആലോചിക്കുന്ന ഉമ്മയാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഹെൽപ്പാവും. നിങ്ങൾ തീർച്ചയായിട്ടും ഇതുണ്ടാക്കിയാണ്ട് കുട്ടികൾക്ക് ഒരു ദിവസം കൊടുത്തു വിട്ട് നോക്ക്. നിങ്ങൾ എന്തായാലും അവർ അപ്രീഷിയേറ്റ് ചെയ്യുകയും ചെയ്യും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളുടെ അടുത്ത് ഇതുണ്ടാക്കാൻ പറയുകയും ചെയ്യും. പിന്നെ കുറച്ച് ചിക്കനും കബ്സ റൈസും ഉണ്ടെങ്കിൽ ഇത് ഒരു പ്രയാസമില്ലാതെ ഉണ്ടാക്കാനായിട്ട് പറ്റും കേട്ടോ. വളരെ സിമ്പിളാണ്. അപ്പോൾ നമ്മൾ ഒണിയനും ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ആഡ് ചെയ്തു, കുറച്ച് സാൾട്ട് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ആ മസാലയും കൂട്ടിയിട്ട് നന്നായിട്ട് നമ്മൾ വഴറ്റിയെടുത്ത ശേഷം നമ്മൾ ടൊമാറ്റോ ജ്യൂസ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ടൊമാറ്റോ ജ്യൂസും കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാണ് കേട്ടോ. പിന്നെ എൻ്റെ വോയിസിന് ഇനിയും കുറവുണ്ട് എങ്കിൽ നമ്മൾ എന്തായാലും ഒരു മൈക്ക് വാങ്ങണമെന്ന് വിചാരിക്കുന്നുണ്ട്. പക്ഷേ ഒന്നും കൂടി ഒന്ന് സെറ്റ് ആവട്ടെ, എന്ത് വേണം വാങ്ങാനായിട്ട്, അപ്പോൾ റെഡി ആവും കേട്ടോ. ഇപ്പം ഞാൻ ഒരുപാട് വോയിസ് കൂട്ടിയാണ് പറയുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പം നമ്മൾ മസാലയിലോട്ട് കാശ്മീരി ചില്ലി പൗഡറാണ് ആഡ് ചെയ്ത് കൊടുത്തത്, അത് ആഡ് ചെയ്തു. പിന്നെ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തു. ഇനി കുറച്ച് കുരുമുളക് പൊടിയും കൂടി ആഡ് ചെയ്തു കേട്ടോ, 2 ടീസ്പൂണോളം. പിന്നെ നിങ്ങൾ ഉണ്ടാക്കുന്ന മസാലയുടെ ക്വാണ്ടിറ്റി അനുസരിച്ച് വേണം നിങ്ങൾ എന്തൊരു പൊടികളും ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ കുറച്ച് ഗരം മസാല ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മാത്രം ചിക്കൻ മസാലയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളുടെ മസാലയുടെ ക്വാണ്ടിറ്റി അനുസരിച്ച് നിങ്ങൾ ഓരോന്നും ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. ഞാൻ എത്ര റൈസാണോ ഉണ്ടാക്കുന്നത് അതിലേക്കുള്ള മസാലയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാലപ്പൊടികളാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഒത്തിരി റൈസ് ഉണ്ടാക്കുന്നവർ അതിനനുസരിച്ച് ഉണ്ടാക്കണം. പിന്നെ കുട്ടികൾക്ക് ടിഫിനൊക്കെ കൊണ്ടുപോകാനാകുമ്പോൾ നമ്മൾ കുറച്ചേ ഉണ്ടാക്കുകയുള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് മസാല ആഡ് ചെയ്താൽ മതി. ഒത്തിരി മസാല ഇട്ട് കൊടുത്ത് ഒത്തിരി ഫ്ലേവറൊന്നും കൂട്ടേണ്ട ആവശ്യമില്ല കേട്ടോ, പ്രത്യേകിച്ച് കുട്ടികൾക്കാവുമ്പോൾ. അപ്പോൾ നമ്മളെ മസാല ഇങ്ങനെ ആയിട്ടുണ്ട്.
മസാല റെഡിയായ ശേഷം ഞാൻ ചോറ് അതിന് മുകളിലേക്ക് ആഡ് ചെയ്തു കേട്ടോ. ഇനി നമുക്കൊന്നും ചെയ്യാനില്ല, കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുക, പിന്നെ 2-3 പച്ചമുളക് നമുക്ക് ചോറിൽ ഇങ്ങനെ താഴ്ത്തി വെക്കുകയും ചെയ്യാം കേട്ടോ. പിന്നെ എല്ലാം കൂടെ കാണിക്കുന്നില്ല, വീഡിയോ ഒത്തിരി ലെങ്തി ആയി പോകും, എനിക്കത് ഇഷ്ടമല്ല, എനിക്ക് പെട്ടെന്ന് തന്നെ സംഗതി തീരണം. അപ്പം ഞാൻ ചോറ് കഴിക്കുന്നത് ഇവിടെ കാണിക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഒത്തിരി വീഡിയോ ലോങ് ആക്കുന്നില്ല, ഇന്ന് നമുക്ക് ലഞ്ച് വരെയുള്ള വീഡിയോ എടുക്കാം. ലഞ്ചാണ് ഞാൻ നിങ്ങളെ കാണിച്ചത്. പിന്നെ ഇന്നലെ രാത്രി മുതലുള്ള വീഡിയോ ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മൾ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുകയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.